Welcome back, my dear students, on a new lecture on implicit differentiation. In the previous lecture, we discussed about implicit differentiation. In this lecture, we will discuss some problems. So, question: if capital A, B, C are angles of a triangle such that sine square A plus sine square B plus sine square C is equal to some constant K, where K is constant. Prove that dA by dB is equal to tan B minus tan C divided by tan C minus tan A. So we have to prove this using implicit functions. So the solution is, തന്നിട്ടുണ്ട് എയും ബിയും സിയും ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ്. സോ എ പ്ലസ് ബി പ്ലസ് സി ഷുഡ് ബി ഈക്വൽ ടു പൈ. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് we can convert one of them as a function of the other. So here C can be written as pi minus a plus b എന്ന് എഴുതാം. Okay, now sin C should be equal to sin pi minus a plus b. And also sin pi minus theta is always sin theta. So this is sin a plus b. Okay, so since sin pi minus theta should be equal to sin theta. Now substitute sin C as sin a plus b. So sin square A plus sin square B plus sin square C should be equal to sin square A plus sin square B plus sin square A plus b. കാരണം സൈൻ സി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി തന്നെയാണ്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ബി ആണ്. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. സോ നമ്മൾ ഫങ്ഷൻസ് ഓഫ് എ ആൻഡ് ബിയുടെ ടേംസിലാക്കി. നമുക്ക് തന്നിട്ടുണ്ട് സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ സി ഇസ് ഈക്വൽ ടു കെ ആണ്. സോ ഹിയർ we can convert that as a function. F of AB is equal to sin square A plus sin square B plus sin square C minus K is equal to 0. This is sin square A plus sin square B plus sin square A plus B minus K should be equal to 0. This is of this form. So നമ്മൾ f of ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ബിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ബി. സോ സൈൻ സ്ക്വയർ എയുടെ ഡെറിവേറ്റീവ്. സോ വി ക്യാൻ കൺസിഡർ എ ആസ് എ ഫംഗ്ഷൻ ഓഫ് ബി. ഓക്കെ, എ ഡിപ്പെൻഡ്സ് അപ്പോൺ ബി എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സൈൻ സ്ക്വയർ എയുടെ ഡെറിവേറ്റീവ് 2 sin എ, സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ടൈംസ് ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എയുടെ ഡെറിവേറ്റീവ് ഈസ് കോസ് എ ടൈംസ് എയുടെ ഡെറിവേറ്റീവ് ഈസ് ഡി എ ബൈ ഡി ബി.
ആദ്യം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിച്ച് ഈസ് 2 ഇൻറ്റു സംതിങ്. നെക്സ്റ്റ് ഈസ് സൈൻ എയുടെ ഡെറിവേറ്റീവ് വിച്ച് ഈസ് കോസ് എ. നെക്സ്റ്റ് ഈസ് എയുടെ ഡെറിവേറ്റീവ് വിച്ച് ഈസ് ഡി എ ബൈ ഡി ബി പ്ലസ് സൈൻ സ്ക്വയർ ബിയുടെ ഡെറിവേറ്റീവ് 2 സൈൻ ബി. നെക്സ്റ്റ് സൈൻ ബിയുടെ ഡെറിവേറ്റീവ് കോസ് ബി. ബിയുടെ ഡെറിവേറ്റീവ് ഡി ബി ബൈ ഡി ബി വിച്ച് ഈസ് 1. നെക്സ്റ്റ് ഈസ് സൈൻ സ്ക്വയർ എ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് 2 സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് കോസ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ്. എയുടെ ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി ബി. ബിയുടെ ഡെറിവേറ്റീവ് ഈസ് 1. ദിസ് ഇൻറ്റു ഡി എ ബൈ ഡി ബി പ്ലസ് 1 മൈനസ് 0 ഇസ് ഈക്വൽ ടു, കാരണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, നമ്മൾ ഡി എ ബൈ ഡി ബിയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരും. സോ ദിസ് ഇംപ്ലൈസ് 2 സൈൻ എ കോസ് എ നമുക്ക് സൈൻ 2a എന്ന് എഴുതാം. സോ സൈൻ 2a ഇൻറ്റു ഡി എ ബൈ ഡി ബി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 2 സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി ഡി എ ബൈ ഡി ബി ഉണ്ട്. സോ അതിനെ ചേർത്ത് 2 സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി എ സൈൻ 2 ടൈംസ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, ടൈംസ് ഡി എ ബൈ ഡി ബി. അല്ലാത്ത ടൈംസ് 2 സൈൻ ബി കോസ് ബി എ സൈൻ 2b എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 2 സൈൻ എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി ഇൻറ്റു 1 ഉണ്ട്. അതിനെ സൈൻ 2 ടൈംസ് എ പ്ലസ് ബി എന്ന് എഴുതാം. മൈനസ് 0 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, നമുക്ക് ഡി എ ബൈ ഡി ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നിന്ന് ഡി എ ബൈ ഡി ബി കോമൺ എടുക്കുക. വി ഗെറ്റ് ദി ആൻസർ ആസ് ഡി എ ബൈ ഡി ബി ടൈംസ് സൈൻ 2a പ്ലസ് സൈൻ 2 ടൈംസ് എ പ്ലസ് ബി ബ്രാക്കറ്റ് ക്ലോസ്. ബാക്കിയുള്ള ടേംസ് റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. മൈനസ് സൈൻ 2b പ്ലസ് സൈൻ 2 ടൈംസ് എ പ്ലസ് ബി. Now dA by dB becomes minus sin 2b plus sin 2 times a plus b whole divided by sin 2a plus sin 2 times a plus b. പക്ഷെ നമുക്കിതിൻ്റെ ആൻസർ ടാനിൻ്റെ ടേംസിലാണ് കിട്ടേണ്ടത്. സോ ദാറ്റ്സ് എ പ്രോബ്ലം. So we have to find this answer in terms of tan. So in order to do that, we have to simplify the whole thing. Okay. So for that, sin 2 into a plus b consider ചെയ്യാം. അതിനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് പൈ മൈനസ് സി ആണ്. So this is sin 2 into pi minus c. So this is actually sin 2 pi minus 2c. Sin 2 pi minus 2c is actually minus sin 2c എന്ന് നമുക്ക് ആൻസർ കിട്ടും. മൈനസ് sin 2c. കാരണം sin 2 pi minus theta is actually minus sin theta ആണ്. സോ sin 2 into a plus bക്ക് പകരം മൈനസ് sin 2c എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ ഹിയർ മൈനസ് ഈസ് കോമൺ. മൈനസ് sin 2b. ഇവിടെ sin 2 into a plus bക്ക് പകരം മൈനസ് sin 2c മൈനസ് sin 2c ഡിവൈഡഡ് ബൈ sin 2a മൈനസ് sin 2c എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ ദിസ് ഈസ് sin a മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് വന്നു.
സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷനായിട്ട് അടുത്തത് എഴുതുക. സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ സൈൻ എ, സോറി ഇത് സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള എക്സ്പാൻഷനായി പോയി. സോ സൈൻ നമുക്കതിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയണം. സോ വി നോ ദാറ്റ് സൈൻ 2b minus sin 2c is actually 2 cos 2b plus 2c whole divided by 2 sin 2b minus 2c whole divided by 2. So this is 2 cos. ഇവിടെ 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു ബി പ്ലസ് സി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 കോസ് ബി പ്ലസ് സി എന്ന് കിട്ടും. സൈൻ 2 കോമൺ എടുത്ത് ക്യാൻസൽ ആക്കി കളയാം. സോ സൈൻ ബി മൈനസ് സി എന്നും കിട്ടും. ഓക്കെ. സോ സിമിലർലി ഇവിടെ 2a മൈനസ് 2cക്ക് പകരം ഇവിടെ ബിക്ക് പകരം എ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 2 കോസ് എ പ്ലസ് സി സൈൻ എ മൈനസ് സി എന്ന് എഴുതാം. So this is minus of 2 cos b plus c into sin b minus c divided by 2 cos a plus c. ഇവിടെ ബിക്ക് പകരം എ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സൈൻ എ മൈനസ് സി എന്ന് നമുക്ക് എഴുതാം. Okay, so this can be written as 2 cos b plus c അവിടെ കിടന്നോട്ടെ. So 2 cos b plus c. നമുക്ക് അടുത്തത് സൈൻ ബി മൈനസ് സിയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ. സോ സൈൻ ബി മൈനസ് സിയുടെ എക്സ്പാൻഷൻ സൈൻ ബി cos c minus cos b sin c whole divided by 2 cos a plus c into sin a minus c expansion sin a cos c minus cos a sin c. Okay. So this is the expansion. Now sin b plus c യുടെയും cos b plus c യുടെയും cos a plus c യുടെയും വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയാൽ we may get the required answer. Okay. Now cos b plus c can be written as cos b plus c can be written as cos pi minus a എന്ന് എഴുതാം. കാരണം a പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് പൈ ആണ്. കോസ് പൈ മൈനസ് തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. സോ ദിസ് ഈസ് മൈനസ് കോസ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. സിമിലർലി കോസ് എ പ്ലസ് സി എന്ന് പറയുന്നത് കോസ് പൈ മൈനസ് ബി ആണ്. കാരണം എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് പൈ ആണ്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു മൈനസ് കോസ് ബി എന്ന് ആൻസർ കിട്ടും. സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് we get the answer as dA by dB should be equal to minus of cos b plus c is minus cos a. So minus cos a sin b cos c minus cos b sin c divided by ഇവിടെ വീണ്ടും മൈനസ് കോസ് ബി sin a cos c മൈനസ് കോസ് എ sin c. ഇവിടുത്തെ മൈനസ് മൈനസും പ്ലസ്. സോ മൈനസ് കോസ് എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എ സൈൻ ബി കോസ് സി
ഈ മൈനസും ക്യാൻസൽ ആയിട്ട് കോസ് എ കൊണ്ടകത്തും മൾട്ടിപ്പിൾ. സോ കോസ് എ കോസ് ബി സൈൻ സി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് ബി സൈൻ എ കോസ് സി മൈനസ് കോസ് എ കോസ് ബി സൈൻ സി. ഓക്കെ. പക്ഷെ നമുക്കിതിൻ്റെ ആൻസർ ടാനിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആൻസർ ഷുഡ് ബി ടാൻ ബി മൈനസ് ടാൻ സി ഡിവൈഡഡ് ബൈ ടാൻ എ മൈനസ് ടാൻ സി. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കോസ് എയും കോസ് സിയും പോകണം. ഇവിടെ സൈൻ ബൈ കോസ് എന്ന് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. കോസ് എ കോസ് ബി കോസ് സി കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഡിവൈഡിങ് every term by cos A cos B cos C. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് ടാൻ ബി ആണ് ഇവിടെ വേണ്ടത്. ടാൻ ബി വേണമെന്നുണ്ടെങ്കിൽ കോസ് എയും കോസ് സിയും ക്യാൻസൽ ആയി പോകണം. സോ കോസ് എയും കോസ് ബിയും സൈൻ ബി ഡിവൈഡ് ബൈ കോസ് ബി എന്ന് വരണം. ഓക്കെ. എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേഷന് വ്യത്യാസം ഉണ്ടാകില്ല. സോ ഡി എ ബൈ ഡി ബി ഷുഡ് ബി ഈക്വൽ ടു മൈനസ് we get the answer as minus cos A sin B cos C whole divided by cos A cos B cos C minus cos A cos B sin C divided by cos A cos B cos C whole divided by cos B sin A cos C divided by cos A cos B cos C minus cos A cos B sin C divided by cos A cos B cos C. ഓക്കെ. സോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസൽ ആക്കി കളയുന്നു. സിമിലർ ആയിട്ടുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ആക്കി കളയുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ ആസ് ഇവിടുത്തെ കോസ് എ വി ക്യാൻ ക്യാൻസൽ, കോസ് സി വി ക്യാൻ ക്യാൻസൽ, ഇവിടെ കോസ് എ വി ക്യാൻ ക്യാൻസൽ, കോസ് ബി വി ക്യാൻ ക്യാൻസൽ, ഹിയർ cos B we can cancel, cos C we can cancel, cos A we can cancel, cos B we can cancel. So the answer becomes sin B by cos B is tan B minus of tan B, sin C divided by cos C is tan C minus tan C whole divided by this is tan A minus tan C. ഡിനോമിനേറ്ററിൽ നമ്മൾ മൈനസ് കോമൺ എടുക്കുന്നു. ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ആക്കി കളയുമ്പോൾ ടാൻ ബി മൈനസ് ടാൻ സി ഡിവൈഡഡ് ബൈ മൈനസ് കോമൺ എടുക്കുമ്പോൾ ഈ മൈനസ് പ്ലസ് ആകും. സോ ടാൻ സി ഇവിടുത്തെ പ്ലസ് മൈനസ് ആകും മൈനസ് ടാൻ. ദിസ് ഈസ് ഡി എ ബൈ ഡി ബി. ഓക്കെ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.